ഹലിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേതെന്ന് പറയുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ വ്ളോഗാണ്. രാവിലെ തന്നെ എണീറ്റു, പല്ല് തേച്ചു, ഐശ്വര്യനെ ഞാൻ കുത്തിപ്പൊക്കി എണീപ്പിച്ചു. എന്നിട്ട് ഇതേ പോയി ചായ കുടിക്കുകയാണ്. കട്ടൻ കാപ്പി അല്ലല്ലോ, ചുക്ക് കാപ്പിയാണ്. അപ്പോൾ എൻ്റെ മൈലഞ്ചൊക്കെ നല്ല സ്റ്റെയിൻ വന്നിട്ടുണ്ട്. മെല്ലെ ഒന്ന് പോയി കുളിച്ചു. അപ്പോഴത്തേക്ക് ഇതേ മോനൂട്ടാൻ വന്നിട്ടുണ്ട്. എൻഗേജ്മെന്റ് വ്ളോഗിന്റെ ഇടയിൽ ഞാൻ വന്നത് ഞാൻ റീസെന്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു 2-3 ചുരിദാറുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻഗേജ്മെന്റിന്റെ ഇടയിലുള്ള ദിവസങ്ങളൊക്കെ എവിടെയും പോവുകയാണെങ്കിൽ, അത് കഴിഞ്ഞിട്ട് എവിടെയും പോവുകയാണെങ്കിലൊക്കെ ഇടാലോ എന്ന് ഓർത്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള 3 ഉള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് വണ്ണ് പറയുന്നത് ഈ ഒരു പ്രിന്റ് വരുന്നതാണ്. ഇതിന്റെ പാൻറ്റാണ്, ഇതിന്റെ പാൻറ്റും ഇതിന്റെ ടോപ്പും ആണ്. ഇതിന്റെ കഴുത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ലൈക്ക് ഇങ്ങനത്തെ ഒരു കഴുത്താണ് വരുന്നത്. പാറ്റേൺ കണ്ടോ, കഴുത്ത് മാത്രമല്ല ഈ സ്ലീവ്സ് ആണെങ്കിലും കുറച്ച് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഇത് ഞാൻ എൻഗേജ്മെന്റിന്റെ തലേന്ന് മെഹന്തി ഇടുന്ന സമയത്ത് ഞാൻ ഇതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പ്രിന്റ് ആണ്. എനിക്കിത് കുറച്ച് നീളം അധികം ഉണ്ട്, ലൈക്ക് ടോപ്പിന് എനിക്ക് കുറച്ച് ലെങ്ത് അധികം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് ഞാൻ എൻഗേജ്മെന്റ് ആ ഒരു സമയത്ത് ഇട്ടിട്ടുള്ള ഒരു കോഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ചുരിദാർ, കുർത്ത ടോപ്പ് എന്ന് വേണമെങ്കിലും പറയാം. സോ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ കയ്യിലാതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം. രണ്ടാമത്തേന്ന് പറഞ്ഞതാ ഇതാണ്. നല്ലൊരു പ്രിന്റ് അല്ലേ. ആദ്യം ഇത് കണ്ടപ്പോൾ ഇതിന്റെ ഒരു നൈറ്റ് ഡ്രസ് വൈബ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. ബട്ട് പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടതാ. കണ്ടു, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത്. ത്രൂ ഔട്ട് കണ്ടോ ഇങ്ങനെ. ആൻഡ് ഫ്രണ്ടില് ലെങ്ത് ഇച്ചിരി കുറവാണ്, ആൻഡ് ബാക്കിൽ കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട്. ആൻഡ് അതിന്റെ പാൻസ് ആണെങ്കിലും സെയിം പാറ്റേൺ. ഇതൊരു കൈൻഡ് ഓഫ് കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ. കുറച്ച് ലെങ്ത് ഉള്ള എയർപോർട്ട് ലുക്കിനൊക്കെ ഇടുന്ന ടൈപ്പ് ഓഫ് ഒരു കോഡ് സെറ്റ് ആണ്. സോ ഇതാണ് നമ്മളെ അടുത്ത ഒരു പാന്റ് അല്ല കോഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം അഫോർഡബിൾ ആയിരുന്നു. ഇതിനെന്തോ 600 അങ്ങനെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ കൊടുക്കാം. ആൻഡ് ഈ 3 വാങ്ങിച്ചിട്ടുള്ളത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഒരു പ്രിന്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്കിൻ ടോണിന് നന്നായിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഇതാണ് ഇതിന്റെ പാൻസ് എന്ന് പറയുന്നത്. കണ്ടോ, എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ ആണ് സൈസ്. മീഡിയം എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വലുതായിരിക്കും, പിന്നെ നീളം കൂടുതലായിരിക്കും. ഇത് കണ്ടോ, പാൻറ്റൊക്കെ ഇതെനിക്ക് കറക്റ്റ് ലെങ്ത്. ഒന്ന് ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ടക്കിൻ ചെയ്ത് വെക്കും, ഇങ്ങനെ വെക്കും. അപ്പൊ എനിക്ക് കറക്റ്റാ. അതിന് ഇതിന്റെ ടോപ്പും കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. 3/4 ആണ് സ്ലീവ്. പിന്നെ ഇതിന്റെ കഴുത്ത് കണ്ട്, കഴുത്തിൽ ഇങ്ങനെ ഒരു കുട്ടി വർക്കും ഉണ്ട്. അപ്പൊ ഇത് 3 ഞാൻ വാങ്ങിച്ചിട്ടുള്ള കോഡ് സെറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി നിങ്ങൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്ത് കണ്ടോളൂ. അങ്ങനെ ഞാൻ അതേ നമ്മളെ ഫംഗ്ഷൻ നടക്കുന്ന ജെറായി റിസോർട്ടിലെത്തി. ഞാൻ രാവിലെ തന്നെ എത്തിയിരുന്നു കേട്ടോ. ഒരു 5:30-5:45 ആയപ്പോഴത്തേക്ക് എത്തി. മേക്കപ്പ് അപ്പം എത്തുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവർ കുറച്ച് ലേറ്റ് ആയി. ഒരു 6:15-6:20 എത്താൻ കേട്ടോ. നിസാൻ മേക്ക് ഓവേഴ്സിനാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഇവിടുന്ന് സ്വീഡനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വ്ളോഗ് എടുത്തിരുന്നു. ഞാൻ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു വ്ളോഗാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലത്തെ ഒരു വ്ളോഗാണ് ഇതും ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ വ്ളോഗ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ സംസാരിച്ച് നമ്മളെ മേക്കപ്പ് കഴിഞ്ഞു. നല്ല രസമായിരുന്നു അവരോട് വർക്ക് ചെയ്യാൻ. ഞാൻ അവർക്ക് ചെവിക്ക് സ്വൈര്യം കൊടുത്തില്ല, ഞാൻ നിർത്താട് സംസാരിക്കുകയായിരുന്നു. പിന്നെ ഐശ്വര്യയായിരുന്നു എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്നത്. അപ്പം അവളാണ് ബിഹൈൻഡ് ദ സീൻസ് എല്ലാ വീഡിയോസും ഒക്കെ എടുത്തത്. അങ്ങനെ മേക്കപ്പ് നമ്മൾ പറഞ്ഞതിനേക്കാളും ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ പ്രതീക് ബ്രോയും ജോണും അവിടെ ഉണ്ട്. ഇവരെന്നെയായിരുന്നു നമുക്ക് കൊച്ചിയിൽ ഷൂട്ടിനുള്ള ദിവസം ഉണ്ടായിരുന്നത്, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. അന്ന് അഭിജിത്ത് ഏട്ടനും കൂടി ഉണ്ടായിരുന്നു, ഇന്ന് പുള്ളിയില്ല. സോ ഞാൻ അവരോട് അമ്മൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയാണ്. സോ ഗൈസ്, എൻ്റെ മേക്കപ്പ് ഫുൾ കഴിഞ്ഞു. ഫിനിത എന്തെങ്കിലും പറയണ്ടോ? അടിപൊളി ബ്രൈഡ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ശല്യമായിരുന്നു. സോ നമ്മൾ സൂപ്പർ ആയിട്ട് നമ്മളെ മേക്കപ്പ് ഒക്കെ ചെയ്തു. ഇപ്പൊ ഇവര് നല്ല നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യും. സോ താങ്ക് യു സോ മച്ച്. ഒരാളും കൂടി ഉണ്ട് കേട്ടോ, കാണിക്കേണ്ടെന്ന് വരാം, പക്ഷെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ പ്രൈവസി വാങ്ങിച്ച് കാണിക്കുന്നില്ല. സോ എന്തായാലും ഇനി ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഇനി എഗെയിൻ ഞാൻ ഹാൻഡിങ് ഓവർ മൈ ക്യാമറ ടു ഐശ്വര്യ. എന്നെ കാണണ്ട, ഒപ്പം ഡ്രസ്സൊക്കെ മാറണം. അതെ. അങ്ങനെ ഫിനിതാനോടൊക്കെ ബൈ പറഞ്ഞ് ഞാൻ അതേ പുറത്തിറങ്ങി. ആദ്യം തന്നെ എൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് അല്ലെങ്കിൽ പോർട്രേറ്റ്സ് ഒക്കെ എടുത്തു. അതെന്താന്ന് വെച്ചാൽ കപ്പിൾ എടുക്കണമെങ്കിൽ പുള്ളിക്കാരൻ വരണ്ടേ, അവൻ്റെ മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. നല്ല രസമായിരുന്നു. ഒരുപാട് പ്രാവശ്യം ആ ബ്രിഡ്ജിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടപ്പിച്ചു കേട്ടോ. പിന്നെ നല്ല ഫോട്ടോയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള സമാധാനത്തിൽ ഞാൻ അങ്ങോട്ട് നടക്കും ചെയ്തു. കുറച്ചൊക്കെ ഫോട്ടോഷൂട്ടിന് ശേഷം ഞങ്ങൾ റൂമിൽ കയറിയിരിക്കുന്നു. രേഷ്മ ഇസ് ഹിയർ. ആൻഡ് നമ്മളെ ബാക്കി താരങ്ങളെല്ലാം എത്തിയിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം. ചെടി. സോ ബാക്കി ആൾക്കാരൊക്കെ അതെ ആൻസി ആൻഡ് അക്ഷര ആൻഡ് ഐശ്വര്യ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അമ്മൻ വന്നിട്ടുണ്ട്. സോ അവൻ്റെ സിംഗിൾ എടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങട്ടെ.
ആ പോക്ക് പോയതാണ് ഞാൻ. പിന്നെ ഞാൻ ഫോൺ തൊട്ടിട്ടില്ല. ആരൊക്കെയോ ആണ് കേട്ടോ വീഡിയോസ് എടുത്ത്. ആരൊക്കെയെന്ന് വെച്ചാൽ ആൻസിയും വിഷ്ണു ഒക്കെയാണ് ഫുൾ വീഡിയോ എടുത്തത്. നമ്മൾ ഫംഗ്ഷൻ നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെറായി റിസോർട്ട് എളേറ്റിലുള്ളതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 35 മിനിറ്റ്സ് ഉണ്ട്. സോ ഞങ്ങൾ ആക്ച്വലി പുറത്തുനിന്ന് ആ ഒരു ഗ്ലാസ് ഹൗസിൽ നിന്ന് ഫംഗ്ഷൻ നടത്തണമെന്ന് ഓർത്തിട്ടാണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴ ഞങ്ങളെ ചതിച്ചു. പക്ഷെ ഞാൻ മഴ ഞങ്ങളെ ചതിച്ചു എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. ഫംഗ്ഷൻ്റെ അന്ന് എന്തോ ഭാഗ്യത്തിന് മഴ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല. അതിൻ്റെ പിറ്റേന്നോട്ട് മഴയായിരുന്നു. ആൻഡ് ഇപ്പം ഞാൻ സംസാരിക്കേണ്ടതാണ് നമ്മളെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ചേട്ടൻ. അപ്പോഴത്തേക്ക് ഞങ്ങളെ 10th ഫ്രണ്ട്സ് ഒക്കെ പടയിളകി വന്നിട്ടുണ്ട്. എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ല, എനിക്ക് കയറുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം ഒരു വിറയലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ രാവിലെ ഒരു വെള്ളപ്പം എന്തോ കഴിച്ചത്. പക്ഷെ പിന്നെ അതങ്ങ് സെറ്റായിട്ടോ. അപ്പം കയറി വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഗ്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സാറാണ്, നമ്മൾ 10th ഫ്രണ്ട്സ്. കുറച്ചു നേരം പുറത്ത് നിന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ക്ഷീണം പിടിച്ചപ്പോഴത്തേക്ക് ഉള്ളി കയറിയിരുന്നു. ഇതൊക്കെ എൻ്റെ 10th ഫ്രണ്ട്സും അഷീച്ചൊക്കെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മൻ വന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കളിക്കാനുള്ള ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. പകുതി മുക്കാലും അപ്പോൾ കളിച്ചത് തെറ്റാണ്. പക്ഷേ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് കളിച്ചു. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇറങ്ങാൻ സമയമായി. പാരലലിൽ അവിടെ സ്റ്റേജിൽ കുട്ടി പൂജ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു. സോ ആദ്യം തന്നെ അവനാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട്സ് ആണുള്ളത്. സോ ആദ്യം അവൻ ഇറങ്ങി. അതിനുശേഷം ഞാൻ ഇറങ്ങാണ്. എനിക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും ഫോട്ടോ നന്നാവരണമല്ലോ, അതുകൊണ്ട് ഞാൻ ചിരിച്ചിളിച്ചാണ് നിൽക്കുന്നത്. സോ ഈ ഇറങ്ങണതിൻ്റെ ഇടയിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ നല്ല കോമഡി ഇരുന്നു, തലയൊക്കെ ഇടിച്ചിട്ട്. ബട്ട് അവസാനം ഞാനും ഓഡിറ്റോറിയത്തിലേക്ക് കയറി. എൻ്റെ ഫ്രണ്ട്സ് ആൻസി ഐശ്വര്യയാണ് MC ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവർ നമ്മളെയൊക്കെ പറ്റി പൊക്കി പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റേജിലോട്ട് കയറി. അതിനുശേഷം പാരൻസും അതേപോലെ തന്നെ അമ്മമ്മയും അനിയത്തിമാരും എല്ലാവരും സ്റ്റേജിലോട്ട് കയറി ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ. മോതിരമാറലും വളയിടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കൽക്കണ്ട എന്തോ തന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അങ്ങനത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടി കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് കൂടെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡാൻസ് കളിച്ചു. പിന്നെ അങ്ങോട്ട് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പരിചയപ്പെടാൻ ഞങ്ങൾ നല്ലതാണ്. ഭയങ്കര സന്തോഷം. നമ്മള് ഒരു കാലം വെയിറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു. എല്ലാവരും വന്ന് ബസ് ചെയ്തതിനാൽ താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മളെ ഡാൻസും പാട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഫോട്ടോ സെഷൻ ആയിരുന്നു. അത് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഒത്തിരി ടൈം എടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഫ്രണ്ട്സും ഫാമിലിയും റിലേറ്റീവ്സും എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ബിടെക്കിലെ ഫ്രണ്ട്സാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, അർഷേച്ചിയാണ്. അതിനുശേഷം നമ്മൾ രണ്ടുപേരും കൂടെ പോയിരുന്നു ഫുഡ് കഴിച്ചു. നമ്മൾ ലാസ്റ്റാണ് ഫുഡ് കഴിച്ചത്. കാറ്ററിംഗ് എടുത്തു പറയേണ്ട കാര്യമായിരുന്നു. വൈറ്റ് ഹൗസ്, ഇങ്ങാപ്പുഴയുള്ള വൈറ്റ് ഹൗസ് ആണ് കാറ്ററിംഗ് ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പറായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ ടെസ്റ്റിമോണിയൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, അതൊരു ഡാൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് കഴിഞ്ഞതായ ഒരു കാര്യം. അതുപോലെ തന്നെ അത്ര മോശമാണെന്ന് പറഞ്ഞു അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ എന്ത് കാര്യത്തിലും അങ്ങനെ അവിടെ ടെസ്റ്റിമോണിയൽ ഷൂട്ട് നടക്കുമ്പോൾ ഈ ഐശ്വര്യ പോകാൻ നിൽക്കുകയാണ്. ഐശ്വര്യക്ക് വീട്ടിലോട്ട് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഐശ്വര്യ മാത്രമല്ല, വിഷ്ണുവും അപ്പം എല്ലാവരും തിരിച്ചു പോയിരുന്നു. ആൻസി അക്ഷരയും മാത്രമാണ് നെക്സ്റ്റ് ഡേ പോയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞു. സോ ഗൈസ്, നമ്മൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ആൻസി ഉണ്ട്, അക്ഷരയുണ്ട്, ആൻഡ് മൈ ഫിയാൻസി അവനുണ്ട്.
സോ ഞങ്ങളിപ്പം അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ സമയത്തായിടാ ഒരു 3:45. അപ്പൊ ഞങ്ങള് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. പരിപാടി വാസ് ഫൺ. കുറച്ച് ടയറിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് ഞാൻ മൈൻഡ് ഒന്ന് സെറ്റൊക്കെ ആയിരുന്നു ടയറിംഗ് ആയിരിക്കും, പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് ടയറിംഗ് ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എല്ലാം നല്ല സൂപ്പർ ആയിട്ട് കഴിഞ്ഞു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഡാൻസ് സെറ്റായിരുന്നു. ഞാൻ എന്നോടല്ലേ ചോദിച്ചത് നിനക്ക് എന്താ പറയാനുള്ളതെന്ന്? എന്നോടാണോ? എനിക്ക് എന്താ പറയാനുള്ളത്? ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമുക്ക് ആൻസിനെ കെട്ടിച്ചു വിടണം. ആൻസിനെ കെട്ടി നമ്മൾ വ്ളോഗ് ചെയ്യുന്നതാണ്. സോ യാ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ. ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്തിട്ടെ. അങ്ങനെ കുറച്ച് നേരത്തെ ഡ്രൈവിനൊടുവിൽ ഞങ്ങളിതാ എലത്തൂരുള്ള ഈ ഒരു എയർബിഎൻബിയിലെത്തി. ഇവിടെ ബീച്ചിനടുത്തുള്ള ഒരു എയർബിഎൻബി ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് ഒക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ തലേന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ പ്രതീക് ബ്രോയും പിന്നെ ജോണും ആയിരുന്നു നമ്മളെ കൂടെ ഉള്ളത്. പിന്നെ ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു, ഷഫീഖ്. യെസ്, ചേട്ടനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. സോ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. കുറേ നേരം ഒന്നും എടുത്തില്ല കേട്ടോ, ഒരു 1 hour 1.5 hours അത്രേൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഇരുന്ന് ടയേർഡായിട്ടുണ്ട്, ഓൾമോസ്റ്റ് ടയേർഡായിട്ടുണ്ട്. ബട്ട് പിന്നെയും കറക്കലും തിരികലും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു, ഫണ്ണായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് കുറച്ചും കൂടി ഈസി ആയിരുന്നു. സോ ഗൈസ്, നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഞാനങ്ങനെ വൈറ്റപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടയേർഡായി, ഹെയറും ഡ്രസ്സൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അടിപൊളി ഒരു ദിവസമായിരുന്നു. നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ എലത്തൂർ ഒരു എയർബിഎൻബിയിലായിരുന്നു കേട്ടോ. ഇവിടെ ഇന്നലെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റേ ചെയ്തോടത്താണ് ഇപ്പോൾ വന്നിട്ട് ഷൂട്ട് ചെയ്തത്. കുറേ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫോട്ടോ കിട്ടിയാൽ ഞാൻ എല്ലാം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സോ എല്ലാവരും ഒരു ബൈ പറഞ്ഞോളൂ. അമ്മനും ഒരു ബൈ പറഞ്ഞോളൂ. യെസ്, സോ ബൈ. അതെ, കല്യാണത്തിന് കാണാം, അതിന് മുന്നേ കാണും. സോ ബൈ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഇപ്പം കോഴിക്കോടൊക്കെ പോയിട്ട് വരികയാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഔട്ട്രോ എടുക്കാന്ന്. സോ എങ്ങനെയുണ്ടായിരുന്നു ബ്രോ എൻഗേജ്മെന്റ്? സൂപ്പർ. ഇത്രയും നല്ല എൻഗേജ്മെന്റ് ജീവിതത്തിൽ ഞാൻ കണ്ടു. അവൻ ആദ്യമായിട്ട് പോയി ഞങ്ങളത് അതിനിതുവരെ എൻഗേജ്മെന്റ് കൂടിയില്ലെന്നൊക്കെയാണ് പറയണത്. ആണോ? സോ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വ്ളോഗ് കുറച്ച് എഡിറ്റ് ചെയ്തു. അപ്പൊ ഫുൾ ലെങ്ത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ ഇപ്പൊ ഞങ്ങൾ ഒരു ഔട്ട്രോ പറയാന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ ചുമ്മാ എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയതും കൂടി ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാന്ന്. സോ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഗിഫ്റ്റിനേക്കാൾ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി വന്നിട്ട് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, എന്നാ ബ്രോ എനിക്ക് ഗിഫ്റ്റ് കിട്ടി. എന്നെ ഒന്ന് പറ. അങ്ങനെയാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടി ബ്രോനെ. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ആക്ച്വലി സ്വീഡനിൽ ഇങ്ങോട്ട് വരുന്നതിന്റെ തലേദിവസം എനിക്ക് എക്സാം ഉള്ളതിന്റെ 2 days ബിഫോർ ഞാനിങ്ങനെ എന്നോട് ഇങ്ങനെ ദേവിക്ക് ആദ്യം പറഞ്ഞു ഓക്കെ നമുക്ക് പോണതിന് മുന്നേ ഒന്ന് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ നിന്ന് ഇരുന്ന് പഠിച്ച് ഞാൻ സ്ട്രീം കൂടെ ഇരുന്ന് പഠിച്ചതിന് ശേഷം ഞാൻ ദേവികേനെ ആതിരേനെ മീറ്റ് ചെയ്യാൻ പോയിരുന്നു. ഞങ്ങള് ഇവൻ എപ്പോഴും കോട്ടുമായി ഞങ്ങൾ എൻഗേജ്മെന്റ് വ്ളോഗ് മുഴുവനും വിട്ടോണ്ടിരിക്കാം. ഓക്കെ, ഞാൻ പറയാൻ വന്നത് എനിക്ക് ഗിഫ്റ്റ് തന്നു. അപ്പൊ അതിന്റെ ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം. മെയിൻ സാധനം നോക്കേ വാങ്ങിച്ച പിള്ളേരെ എന്റെ ചിരി വരെ ഇതാണ് കേട്ടോ ആ കുട്ടി മാലയും കുട്ടി കമ്മലും. അതിന്റെ കൂടെ തന്നെ 2 കുട്ടി ബ്രേസ്ലെറ്റ്സ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ദിദ ആൻഡ് അമൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് 2 weeks ബിഫോർ ആള് സ്റ്റോക്ക്ഹോമിൽ ടൈലർ സ്വിഫ്റ്റിന്റെ കോൺസേർട്ടിന് പോയപ്പം അന്ന് കുറച്ച് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. സോ ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾ കണ്ടല്ലോ ഒരു കുട്ടി ചെയിൻ ആൻഡ് ഇയറിംഗ്സ് ആണ്. നല്ല രസമുണ്ട്. അവര് ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് അത് തന്നത്. ഞാൻ തീരെ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. ആൻഡ് നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ തലേദിവസം ഞാൻ എന്നാണ് കയറിയത് 31-നല്ലേ വന്നത്. അപ്പൊ 30th എനിക്ക് ലാസ്റ്റ് എക്സാം. അപ്പൊ 30th നൈറ്റ് ഞാൻ ആതിരയുടെ വീട്ടിലായിരുന്നു സ്റ്റേ. അപ്പൊ അതിന്റെ മുന്നേ ശ്രീയും റിക്കാർഡോ ഒക്കെ എന്നോട് വന്നിട്ട് മെലീസൊക്കെ എന്നോട് വന്നിട്ട് പറഞ്ഞു ദിത്ത നമുക്കൊന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് കൂടാ, നമുക്ക് പാനിപൂരി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് സമയം ഉണ്ടാവില്ല, എനിക്ക് രാത്രി ഇങ്ങനെ പാക്കിംഗ് ഒക്കെ കുറച്ച് ബാക്കിയുണ്ട്, കുളിക്കാനുണ്ട്, ജാണെന്നല്ല എനിക്ക് ഒരുപാട് ലേറ്റ് ആവണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പിന്നെയും വന്ന് പറഞ്ഞു. പിന്നെ അവസാനം പിന്നെ ഞാൻ പോയപ്പോ അവിടെ എത്തിയപ്പോ അവരെല്ലാം ഫുഡ് ഉണ്ടാക്കാൻ എന്നോട് വരണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോ അവരെല്ലാം അല്ല എനിക്ക് സമയമില്ലാന്ന് പറഞ്ഞോണ്ട് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് എനിക്ക് അവര് ആക്ച്വലി അവിടുന്ന് ഡാൻസ് ഒക്കെ കളിച്ചു. സ്റ്റീനും റിക്കാഡോവും മെലിസയും ശ്രീയും കൂടെ അവര് മറ്റേ മാംഗല്യം തന്തുനാനെ പാട്ട് കേട്ടിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മൾ കുറച്ച് കാലമായിട്ട് അറിയുന്ന ഫ്രണ്ട്സ് അല്ലേ, ഒരുപാട് കാലമായിട്ടുള്ള പരിചയമുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പൊ അവരൊരു ചെറിയൊരു എന്താ പറയാ ടോക്കൺ ഓഫ് ലവ് അല്ലേ ബ്രോ? അതെ, അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഈ മഴ പെയ്തടാ, ഞങ്ങളിപ്പോ കോഴിക്കോട് നിന്ന് വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കട്ടോ. പിന്നെ അങ്ങനെ ഞാൻ കൊച്ചിയിലെത്തിയിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഈസ് വാട്ട് എന്താണ് iPhone 15 Pro. ബൊക്കെ എനിക്ക് കിട്ടി, അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. യെസ്, ഇവൻ എയർപോർട്ടിലേക്ക് എന്നെ കൂട്ടാൻ വന്ന അതൊക്കെ നീ ഗിഫ്റ്റ് ആയിട്ടാണല്ലേ കണക്കാക്കിയത്. കൂട്ടാൻ വന്നപ്പോ എനിക്ക് ഒരു കുട്ടി ബൊക്കെ കൊണ്ടുവന്നിരുന്നു. അത് ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് ഇറ്റ് വാസ് ക്വൈറ്റ് സർപ്രൈസിംഗ്. പിന്നെ എനിക്ക് ഇവൻ iPhone 15 Pro തന്നു. അതെനിക്ക് ഫസ്റ്റ് ഡേ തന്നെ June 1 തന്നെ തന്നു. പക്ഷെ അതങ്ങനെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമൊന്നല്ലായിരുന്നു, ബിക്കോസ് ഇത് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. കളറും ഒക്കെ ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. പിന്നെന്താ, പിന്നെ ആക്ച്വലി തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണോ പ്രപ്പോസൽ റിംഗ്. അതെ, ഞാൻ ഇവനും കൊടുത്തു. അത് നമുക്ക് ഗിഫ്റ്റിൽ കൂട്ടണം. പിന്നെ എൻഗേജ്മെന്റ് തലേ ദിവസം അക്ഷര വരുമ്പം ആൻസി ഐശ്വര്യമാണ് അവളെ പിക്ക് ചെയ്യാൻ പോയത്. അവര് വ്ളോഗൊക്കെ ചെയ്ത് എനിക്ക് എന്റെ ബർത്ത്ഡേ കേക്കും അതേപോലെ ഒരു എൻഗേജ്മെന്റ് കേക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട്. എന്താ ഗൈസ് ഇവിടെ പരിപാടി? കേക്ക് വാങ്ങാൻ വന്നതാണ്. പക്ഷെ അതെ, നമ്മൾ സീക്രട്ട് ആയിട്ട് കേക്ക് വാങ്ങിക്കാം. ബർത്ത്ഡേ കേക്കില് എനിക്ക് കേക്ക് കണ്ടപ്പോ സന്തോഷമായി. അങ്ങനെ ഞാൻ നടന്നു വരുമ്പോൾ അവർ ടേബിളിന്റെ മുകളിൽ ഒരു കേക്ക് മാത്രം ആദ്യം വെച്ചിരുന്നു കേട്ടോ. അത് ബർത്ത്ഡേ കേക്ക് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ വീഡിയോ എടുത്തത് ശരിയായില്ല, ഒന്നും കൂടെ നടന്നു വരുമെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ നടന്നു വന്നതാണ്. അപ്പോൾ അത് ടേബിളിന്റെ മുകളിൽ 2 കേക്ക് ഇരിക്കുന്നു. അപ്പോൾ അത് എൻ്റെ ജെന്യുവൻ എക്സ്പ്രഷൻ ആയിരുന്നു. ബട്ട് അങ്ങനെ ഒരു ബർത്ത്ഡേ കേക്കും അതേപോലെ തന്നെ ഒരു എൻഗേജ്മെന്റ് കേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് തലേന്ന് കട്ട് ചെയ്തു. പിന്നെ നമുക്ക് എൻഗേജ്മെന്റിന് അനുബന്ധിച്ച് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എൻഗേജ്മെന്റിന് അന്നത്തെ പിന്നെ അടുത്ത ഫോട്ടോ ആയിരുന്നു. കഴിഞ്ഞോ? പിന്നെ എൻഗേജ്മെന്റിന്റെ സ്റ്റേജിൽ നിന്ന് എന്റെ ബിടെക്കിലുള്ള ഫ്രണ്ട്സ് എനിക്കൊരു ഫോട്ടോ ഫ്രെയിം, ഒന്നല്ല ആക്ച്വലി 2 ഫോട്ടോ ഫ്രെയിംസ് തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് വരച്ചതും ഒന്ന് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ ചെയ്തതുമാണ്. അതും ഇതേപോലെ നല്ല രസമുണ്ടായിരുന്നു. വരച്ചത് ആക്ച്വലി കിഡിലനാണ്, ഭയങ്കര നല്ല നന്നായിട്ടുണ്ടായിരുന്നു. അതെ, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്, അതും ഷോർട്ട് ടൈമിൽ അവർ ചെയ്തത്. കാരണം ഞങ്ങൾ പ്രീ എൻഗേജ്മെന്റ് ഷൂട്ടിനുള്ള ഒരു ഫോട്ടോ ആണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതാണ് നമുക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ്. അടുത്ത ഫോട്ടോ ആയിട്ടോ പിന്നെ നിനക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? എനിക്ക് CD അവന്റെ ചെന്നൈയിലുള്ള ഫ്രണ്ട്സ് പഠിച്ചത് ചെന്നൈയിലാണ്. അപ്പൊ അവിടുത്തെ 2 ഫ്രണ്ട്സ് അവര് ഒരു ടീപോട്ട് കൊടുത്തിരുന്നു, തമിഴ് സ്പെഷ്യൽ. പിന്നെ ആക്ച്വലി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് വേണ്ടി ഡാൻസ് കളിച്ചു. അത് ഭയങ്കര സൂപ്പർ ആയിരുന്നു അല്ലേ? ഒരുപാട് പേര് ഡാൻസ് കളിച്ചു, കുഞ്ഞൂസ് കളിച്ചു, നേഹ കളിച്ചു, എല്ലാവരും ഡാൻസ് കളിച്ചു. അതും കൈൻഡ് ഓഫ് ഗിഫ്റ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് എൻഗേജ്മെന്റിന് പാരന്റ്സിന്റെ ആകെ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആ ഒരു നെക്ലേസ് ആണ്. അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾക്ക് എൻഗേജ്മെന്റ് പ്രമാണിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അതും ജസ്റ്റ് ഇതിന്റെ കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാന്ന് കരുതി. കാരണം അതൊന്നും ഞാൻ എവിടെ അങ്ങനെ കംപ്ലീറ്റ്ലി ഷോക്കേസ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഇവന്റെ ഫോൺ വായിക്കുന്നത് അതൊന്നും എന്റെ വീഡിയോ അല്ല, ബട്ട് ഫോൺ എനിക്ക് കിട്ടി. അതിലാണ് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. സോ പിന്നെന്താ, അതൊക്കെ തന്നെയാണ്. അപ്പൊ ഞങ്ങളൊരു കുട്ടി ഔട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയണം? നമുക്ക് വേഗം ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം. പറയടാ. സൂപ്പർ എൻഗേജ്മെന്റ് ആയിരുന്നു. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ എൻഗേജ്ഡ് ആയനെ ഇവളായിട്ട് തന്നെ. പക്ഷെ പറ്റില്ല, ഇനി കല്യാണം. ഇനി എന്ത് കല്യാണം? ഓക്കെ, സോ അപ്പൊ അതാണ് നമ്മളൊരു കുട്ടി വ്ളോഗ്. കുട്ടി അല്ലാന്നൊന്ന് കുറച്ച് വലുതാണ്, ബട്ട് ഞങ്ങൾക്കത് പിന്നും കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് വ്ളോഗ് ചെയ്തിട്ടുള്ളത്. ഒട്ടും പ്രൊഫഷണൽ അല്ലാത്തൊരു വ്ളോഗാണ്. ഇവിടുന്നൊക്കെയാണുള്ളത്. ഞാൻ കുറെ വോയിസ് ഓവർ ചെയ്തതാണ്. പക്ഷെ പിന്നെ എടുത്ത് കാണുമ്പോൾ പിന്നെ ആവിടുന്നു എന്നെ കൂടെ കൊല്ലും. സോ ഞാൻ എന്തായാലും നിർത്തട്ടെ, അല്ലെങ്കിൽ ഇവൻ ഇവിടെ ആവിട്ട് മരിക്കും. മറ്റൊരു അടിപൊളി വീഡിയോ വെച്ച് കാണാം. Till then, bye bye.